അധികാരം, പ്രതികാരം, അതിജീവനം ഈ മൂന്നെണ്ണത്തിൽ ഊന്നിയിട്ടാണ് സിനിമയുടെ കഥ പോകുന്നത്. ഈ സിനിമയിലെ ഇൻട്രോ കാണിക്കുന്ന ഒരു രംഗമുണ്ട്, ഒരു മാസ് ഇൻട്രോ. അത് ശരിക്കും ടെക്നിക്കലി ഡയറക്ടറുടെ പണിയാണ്. സാധാരണ എല്ലാവരും ചിന്തിക്കുവാണെങ്കിൽ മുരളി ഗോപി സാറിൻ്റെ അത്രയൊക്കെയുള്ള ആൾ വേണ്ടേ. ഫസ്റ്റ് സീൻ കാണിക്കുന്നത് ഒരു വലിയ ലാർജർ ഒരു സ്കെയിലാണ്. എനിക്ക് തോന്നുന്നു ആ ഒരൊറ്റ സീനിൽ തന്നെ ചിലപ്പോൾ ഒരു 1000-ഓളം അല്ലെങ്കിൽ ഒരു 500-ൽ കൂടുതൽ ആർട്ടിസ്റ്റുകൾ ആ സീനിൽ തന്നെ ഉണ്ടാവും. അതിന്റെ ബാക്ക് ഡ്രോപ്പിലുള്ള ജൂനിയേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ പ്രോപ്പർ ജൂനിയേഴ്സ് അല്ല. അവർക്കൊരു ആകാംക്ഷയാണ്. വന്ന ഒരു കുറച്ച് സമയത്തേക്ക് അവർക്ക് ഓക്കെയാണ് സിനിമ. ഞാൻ ഇപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ഷോട്ടായിരുന്നു ആ ഒരു ചേസ് ചെയ്തിട്ടുള്ള ആ ഒരു ഫൈറ്റ്. പ്ലാൻ ചെയ്തത് തന്നെ അങ്ങനെയാണ്. ഒരു ഗ്രാൻഡിയർ ആയിട്ടുള്ള ഒരു ഭയങ്കര ഒരു ഹൈ സ്പീഡ് ചേസ് വിത്ത് ബ്ലാസ്റ്റും മറ്റു ഫൈറ്റും ഒക്കെ പ്ലാൻ ചെയ്തിട്ട് എടുത്തതാണ്. ഒരാൾ പോലും അതിനകത്ത് ഒരു കുട്ടിയെങ്കിലും ചിരിച്ചിരുന്ന ആ സീൻ ഫുള്ള് ഡ്രോപ്പ് ആവും. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടും അത്ര കൺവിൻസിങ് ആയിട്ടും അത്ര പെയിൻഫുൾ ആൻഡ് ഇമോഷണലായിട്ട് ചെയ്യാൻ പറ്റിയത് ഐ തിങ്ക് റിയലി ടാലൻറ്റഡ് ശാന്തി കണ്ണിട്ട്. 90s കാലഘട്ടത്തെ നന്നായിട്ട് സിനിമ പോർട്രേ ചെയ്തു എന്നാണ് പറയുന്നത്. 90s തിരുവനന്തപുരം ആണ് കൂടുതലും ഉള്ളത് സിനിമയിൽ. അവരവരുടെ കഥാപാത്രം അവരിൽ അത്രയും ദിവസം കൂടെ നടന്നുകൊണ്ട് ഇറങ്ങിപ്പോവാനും സമയമെടുക്കും. ഇത്രയും ഓൾ പോപ്പുലർ ആർട്ടിസ്റ്റ്, ഭയങ്കര ടാലൻറ്റഡ് ആർട്ടിസ്റ്റിന് കൂടെ ഞാൻ പെർഫോം ചെയ്തത് ഐ തോട്ട് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. മൊത്തത്തിൽ സിനിമ ഞെട്ടിച്ചതാ. ഞെട്ടാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വെട്ടും കുത്തും ടും ടും ടും. മുരളി ഗോപിയുടെ തിരക്കഥയിൽ ജയൻ കൃഷ്ണകുമാർ ഒരുക്കിയ ആനന്ദങ്കാട് തിയേറ്ററിൽ പ്രദർശനം ആരംഭിച്ചിരിക്കുകയാണ്. സിനിമയ്ക്ക് എല്ലായിടത്തു നിന്നും ഗംഭീര റെസ്പോൺസ് ആണ് കിട്ടുന്നത്. സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്കൊപ്പം ഉള്ളത് സംവിധായകൻ ഇന്ദ്രൻസ് ആര്യ. ഹലോ സർ. ഹായ്. ഇപ്പം ചിത്രം കണ്ടു, ഗംഭീര സിനിമയാണ്, പറയാതിരിക്കാൻ വയ്യ. ഇപ്പോൾ അധികാരം, പ്രതികാരം, അതിജീവനം ഈ മൂന്നെണ്ണത്തിൽ ഊന്നിയിട്ടാണ് സിനിമയുടെ കഥ പോകുന്നത്. എങ്ങനെയാണ് നിങ്ങളിപ്പം സിനിമയുടെ ഈ ഒരു പോസിറ്റീവ് റിവ്യൂവിനെ കാണുന്നത്? ഇത്രയും ഒരു റെസ്പോൺസ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? സന്തോഷം. കാരണം എൻ്റെ ക്യാൻവാസ് കണ്ടാൽ അറിയാലോ. അപ്പം ഒരുപാട് പേരുടെ ഒരു കുറേ വലിയ സീക്വൻസുകൾ, അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് പേര് നമ്മുടെ മുന്നിലും പിന്നിലുമായിട്ട് ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഈ സീക്വൻസുകളെല്ലാം ഇങ്ങനെ തിയേറ്ററിൽ വരണമെന്നും അങ്ങനെയുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ കണ്ടു, എല്ലാവർക്കും കണ്ടു, അത് സന്തോഷമായി. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ്. ഇപ്പൊ തമിഴിലാണെങ്കിലും സിനിമയ്ക്ക് ഇതേ രീതിയിലുള്ള സ്വീകാര്യതയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മലയാളത്തിലുള്ള ഒരു പടം ഡബ്ബഡ് ചെയ്ത് അങ്ങോട്ട് പോകുമ്പോൾ അവിടെയും ഇത് ഭയങ്കര സക്സസ് ആയി ഓടുന്നു എന്നുള്ള അവിടുത്തെ ഒരു റെസ്പോൺസിന് എങ്ങനെയാണ്? അവിടെ നിന്ന് നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണ് വരുന്നത്. അപ്പൊ അവിടെ ഇതിന്റെ പ്രൊമോഷനുമായിട്ടൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഹരി സാർക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ ഇവിടെ മലയാളത്തിൽ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തിക്കാൻ ഹരി സാറിന് ഇനി ഇത് കഴിഞ്ഞ് വേണം അങ്ങോട്ട് പോകാൻ സാർ. ഇപ്പം സിനിമ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ വരുന്ന റെസ്പോൺസിൽ കൂടുതലും 90s കാലഘട്ടത്തെ നന്നായിട്ട് സിനിമ പോർട്രേ ചെയ്തു എന്നാണ് പറയുന്നത്. ഇതുപോലൊരു വലിയ ക്യാൻവാസ് ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ 90s ഫീല് വരുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയായിരുന്നു ഒരു പ്രിപ്പറേഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ഫീല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്? അത് കൂടുതലും ഈ 90s തിരുവനന്തപുരം ആണ് കൂടുതലും ഉള്ളത് സിനിമയിൽ. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് അതിൻ്റെ റിസർച്ചുകളും അതിൻ്റെ പഴയ വിഷ്വൽസ് എടുക്കലും അപ്പോൾ അത് റീക്രിയേറ്റ് ചെയ്യൽ കുറച്ച് പാടായിരുന്നു. പക്ഷെ അത് അതിൻ്റെ ആർട്ട് ഡയറക്ടർ രഞ്ജിത്ത് കോത്തേരി, അപ്പോൾ അദ്ദേഹം അത് കറക്റ്റായിട്ട് അതിൻ്റെ സെറ്റ് ഇടലും പിന്നെ VFX സപ്പോർട്ടും അതൊക്കെ ആയിരുന്നു. അതിന് കുറച്ച് അതിൻ്റെ കോസ്റ്റ്യൂം സ്റ്റൈൽ എല്ലാം മാറിയിട്ടുണ്ട്. 90s ഇങ്ങോട്ട് നമ്മൾ 2026 വന്ന് നിൽക്കുമ്പോൾ കോസ്റ്റ്യൂമിൽ എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും മേക്കപ്പ് ആയാലും കോസ്റ്റ്യൂംസ് ആയാലും അതിൻ്റെ ആർട്ട് സെറ്റപ്പ് ആയാലും എല്ലാത്തിലും എല്ലാം ശ്രദ്ധിച്ച് അങ്ങനെ അത് ചെയ്ത് എടുക്കേണ്ടത് അത് വലിയ പ്രോസസ്സായിരുന്നു. ഇപ്പം ഇന്ദ്രൻ സേട്ടിലേക്ക് വരികയാണെങ്കിൽ ഈ സിനിമയിലെ ഇൻട്രോ കാണിക്കുന്ന ഒരു രംഗമുണ്ട്, ഒരു മാസ് ഇൻട്രോ. നമുക്കിങ്ങനെ തിയേറ്ററിൽ കാണുമ്പോൾ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ഇന്ദ്രൻ സേട്ടൻ ഇപ്പം ഇതിലാണെങ്കിൽ കറുപ്പിലാണെങ്കിൽ വേറൊരു മൂഡ്, വേറൊരു പടത്തിൽ ഈ ലേറ്റസ്റ്റ് വന്നതിൽ നിന്നൊക്കെ വേറെ മൂഡ്. ഇപ്പം ഇതിൽ നിന്നൊരു മാസ് നമുക്ക് ആദ്യം തോന്നുമ്പോഴേ ചേട്ടൻ ഇനി വില്ലനാണോ അല്ലെങ്കിൽ നായകനാണോ ഈ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. ആ ഒരു ഇൻട്രോ എന്താണ്, ആ ഒരു ഗൂസ് ബംസ് മൊമെന്റ് തന്നെ ഇൻട്രോനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത് തിയേറ്ററിൽ കണ്ട സമയത്ത്? അത് ശരിക്കും ടെക്നിക്കലി ഡയറക്ടറുടെ പണിയാണ്. നമുക്ക് ആദ്യം വിളിച്ച ഒരു ക്യാരക്ടർ പറഞ്ഞു തരും, കഥ പറഞ്ഞു തരും. അപ്പോൾ തന്നെ ഭയങ്കര വളർന്നൊരു കഥാപാത്രം. എന്നെ സംബന്ധിച്ച് ഞാൻ സാധാരണ എല്ലാവരും ചിന്തിക്കുവാണെങ്കിൽ മുരളി ഗോപി സാറിൻ്റെ അത്രയൊക്കെയുള്ള ആൾ വേണ്ടേ എന്നൊക്കെ തന്നെ കഥ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പിന്നീട് കൃഷ്ണൻകുട്ടിയാ ഞാൻ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അത്രയും ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ
ഭദ്രമാണ് അവരെ കയ്യിൽ. കൂടെ അഭിനയിക്കുന്ന മുരളി സാറുണ്ട്. അപ്പം ഒരു ചെറിയ അനക്കം പോലെ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഡയറക്ടർ മുമ്പിൽ എത്തുന്നതിന് മുമ്പേ നമ്മുടെ അങ്ങനെ പാകപ്പെടുത്തി കെട്ടിയിടേണ്ട അടുത്ത് കെട്ടിയിട്ടാണ് ഇദ്ദേഹത്തിന് മുമ്പിൽ എത്തുന്നത്. ഇവര് തമ്മിൽ അതങ്ങനെ ഒരുപോലെ നിൽക്കുന്നതുകൊണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചെളുപ്പം അവർക്ക് വന്നിട്ടുണ്ടാവും. എങ്കിലും ഒരു കഴഞ്ചും വിടാതെ അവർ ബാക്കിയാണ് കൊണ്ടുപോയി. അങ്ങനെയാണ്. ഇപ്പം ആര്യ സാറിന് എന്താ വിളിക്കണ്ടേ, വെട്രിന്ന് വിളിക്കണോ ഇല്ലെങ്കിൽ മണിന്ന് വിളിക്കണോ? രണ്ടും. ഇപ്പം വെട്രി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് വേറൊരു ഫേസ് ആണുള്ളത്, മണിക്കാണെങ്കിൽ വേറൊരു ഇമോഷനാണ് മണി ക്യാരി ചെയ്യുന്നത്. ഇപ്പം വെട്രീന്റെ ഇൻട്രോ തുടങ്ങുമ്പോൾ തന്നെ വലിയൊരു ക്യാൻവാസ് ആണ്. സാറിന്റെ ഇൻട്രോ തുടങ്ങുന്നത് തന്നെ നമുക്ക് മനസ്സിലാവും വലിയൊരു ക്യാൻവാസ്, വലിയൊരു ക്രൂ. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു ഫീൽ? ഫസ്റ്റത്തെ ഫീൽ തന്നെ നമുക്കൊരു ഇമോഷണൽ ആണ്, ഒരു സാധാരണ ഒരു ഇൻട്രോയോ ഒന്നുമല്ല. ആ ഒരു ഫസ്റ്റ് ഇൻട്രോയിൽ തന്നെ നമുക്ക് ഈ കഥാപാത്രം ഒരുപാട് ഇമോഷൻസ് ക്യാരി ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ഒരു സീനായിരുന്നു. അപ്പൊ അത് എങ്ങനെയായിരുന്നു? അത് വളരെ ഒരു നല്ലൊരു സീനാണ്. എന്താ വെച്ചാൽ ആ എൻറ്റയർ ക്യാരക്ടർ മറ്റേ വെട്രി എന്നുള്ള ക്യാരക്ടർ മണിയായി മാറി താമസിക്കുമ്പോൾ അവൻ്റെ ഉള്ളിലുള്ള ഇമോഷൻ എന്താണെന്നുള്ള ഓഡിയൻസിൽ ഫീൽ ആവാൻ വേണ്ടിയിട്ടാണ് ആ ഫസ്റ്റ് മറ്റേ ശ്രീലങ്കയിൽ നടക്കുന്ന എപ്പിസോഡ് നമ്മൾ കാണിക്കുന്നത്. സോ അത് അത്രയും ഇമോഷണലായിട്ട് ഒരു ഷൂട്ട് ചെയ്ത ഒരു എപ്പിസോഡാണ്. അത് കൃഷ്ണകുമാർ വളരെ പ്ലാൻ ചെയ്തിട്ട് ഇതെങ്ങനെ ആയിരിക്കണം, ഇത്ര ഇമ്പാക്ട്ഫുൾ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് എടുത്ത് ഷൂട്ട് ചെയ്ത സീക്വൻസാണ്. സോ ആ സീക്വൻസ് ഓഡിയൻസ് കാണുമ്പോൾ ദേ ഫീൽ ഇറ്റ്, ആ ഒരു ഇമോഷൻ, ആ ഒരു പെയിൻ, അത് ത്രൂ ഔട്ട് ദ ഫിലിം ആ മണി എന്ന് പറയുന്ന ക്യാരക്ടർ ത്രൂ ഔട്ട് ദ ഫിലിം ഹിൽ ക്യാരി ഇറ്റ്. സോ അതായിരുന്നു ഈ രണ്ട് ക്യാരക്ടറുകളും തമ്മിലുള്ള ഒരു ബ്യൂട്ടി. അതിപ്പോ ഫസ്റ്റ് സീൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സീൻ കാണിക്കുന്നത് ഒരു വലിയ ലാർജർ ഒരു സ്കെയിലാണ്. എനിക്ക് തോന്നുന്നു ആ ഒരൊറ്റ സീനിൽ തന്നെ ചിലപ്പോൾ ഒരു 1000-ഓളം അല്ലെങ്കിൽ ഒരു 500-ൽ കൂടുതൽ ആർട്ടിസ്റ്റുകൾ ആ സീനിൽ തന്നെ ഉണ്ടാവും. ആ ഒരു വലിയ ക്യാൻവാസിനെ പറ്റിയും ആ സീൻ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഒരു കോംപ്ലിക്കേഷൻസും എന്തായിരുന്നു? അത് ശ്രീലങ്കയിൽ തന്നെയായിരുന്നു. അതെ, അതിന് അടുത്താണ് ഷൂട്ട് ചെയ്തത്. അപ്പം അതിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി ഇപ്പൊ ആര്യ സാറിന് അതിനകത്ത് വരുന്ന ബാക്കി ആർട്ടിസ്റ്റുകൾ അവരെ കോർഡിനേറ്റ് ചെയ്ത് കുറച്ചുകൂടെ എളുപ്പമാണ് അവർ, കാരണം അവർക്ക് സിനിമ അറിയാം. അതിനകത്ത് അതിന്റെ ബാക്ക് ഡ്രോപ്പിലുള്ള ജൂനിയേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ പ്രോപ്പർ ജൂനിയേഴ്സ് അല്ല. അവിടുത്തെ ആ സ്ഥലത്ത് താമസിക്കുന്ന ആളുകളെയൊക്കെയാണ്, കാരണം അവിടെ പ്രോപ്പർ ജൂനിയേഴ്സ് കിട്ടില്ല. അപ്പൊ അവരെ വെച്ചത് അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് വലിയ പാടുള്ള പണിയാണ്. കാരണം അവർക്ക് സിനിമ, അവർക്കൊരു ആകാംക്ഷയാണ്. വന്ന ഒരു കുറച്ച് സമയത്തേക്ക് അവർക്ക് ഓക്കെയാണ് സിനിമ. അത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടൈം പ്രോസസ്സ്, നൈറ്റാണ് ഷൂട്ട്. അപ്പോൾ ഈ നൈറ്റിലൊക്കെ കുറച്ച് കഴിയുമ്പോൾ അവരൊക്കെ പോയി കിടന്ന് ഉറങ്ങും. പിന്നെ കുട്ടികളുണ്ടായിരുന്നു, അപ്പോൾ ഇവരെ മാനേജ് ചെയ്യൽ അതൊക്കെ കുറച്ച് പാടാണ്. പിന്നെ അത് ഈ മാനേജ് ചെയ്യലിന് അപ്പുറം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ എല്ലാവരുടെയും സിനിമ കണ്ടാൽ അറിയാം, അവരുടെ മുഖത്തെ ഇമോഷൻസ് എല്ലാവരും സാഡ്നെസ് ആയിരിക്കണം, ആർക്കും ഒരു ചിരിയില്ല, അവർക്കൊരു കളിയില്ല, അങ്ങനെയുള്ള ആ ലൈഫ് സ്റ്റൈലുള്ള ആളുകളാണ്. അപ്പോൾ അവരെ ഒരാൾ പോലും അതിനകത്ത് ഒരു കുട്ടിയെങ്കിലും ചിരിച്ചിരുന്ന ആ സീൻ ഫുള്ള് ഡ്രോപ്പ് ആവും. അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന, കാരണം അവർക്കത് അറിയില്ല, അവർക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റൂ, അവരഭിനയിക്കുന്ന ആളുകളല്ല. അപ്പം ഓരോ ഫ്രെയിമും വെക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി മുന്നേ നിൽക്കുന്നവരെക്കാളും പിന്നിലുള്ള ആളുകളുടെ ഇമോഷൻസ് നോക്കലാണ്. കാരണം അത് ഭയങ്കര വലിയ ചലഞ്ചായിരുന്നു. ഓരോരുത്തരെ പോലും ആ സിനിമ കാണുന്നവർക്കറിയാം, എൻ്റെ പിന്നിലുള്ള ഒരാൾ പോലും ഒരിക്കലും ഒരു ഹാപ്പിനെസ് ഉള്ള ഒരാളെ പോലും അതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച്. ബാക്കിയുള്ള ടെക്നിക്കൽ കാര്യങ്ങളും ബാക്കിയുള്ള അതിനെല്ലാം സപ്പോർട്ടേഴ്സ് ഉണ്ടെങ്കിലും ഈ ബാക്ക് ഡ്രോപ്പിക്ക് ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ആളിന് പോലും ഒരു രീതിയിലും ഇമോഷൻ ചേഞ്ച് ആവാൻ പാടില്ല. അത് ശ്രദ്ധിക്കലായിരുന്നു ഏറ്റവും വലിയ ജോലിയും. കാരണം അത് അവരെ കൊണ്ട് ആ ഇമോഷൻസ് അവരിൽ നിന്ന് കിട്ടുകയും വേണം, നോർമലായിട്ട് ഇരുന്നാൽ പോരാ. എനിക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ ചലഞ്ചസ് ആയിട്ട് തോന്നിയത് അതാണ്. പിന്നെ ഓഫ്കോഴ്സ് സാറിന് കുറച്ച് ഫിസിക്കൽ ചലഞ്ചുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ബാക്കി ആർക്കും അത്ര വലിയ ഫിസിക്കലി ചെയ്യേണ്ടി വന്നിട്ടില്ല ആ സീനിൽ. അപ്പോൾ അതിന്റെ വേറൊരു കാര്യം, ആ സീനാണ് ഈ സിനിമയിൽ ആദ്യം ഷൂട്ട് ചെയ്യുന്ന സീൻ. ഫസ്റ്റ് ഡേ 1 ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സീക്വൻസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനും ആര്യ സാറോട്ടൊക്കെ എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് ഒരു 4-5 തവണയെ കണ്ടിട്ടുള്ളൂ. എനിക്ക് അപ്പം വന്ന് നമ്മൾ തമ്മിലൊരു അടുപ്പാവാൻ തന്നെ ചിലപ്പോൾ ദിവസങ്ങൾ. പക്ഷെ ആ സീൻ എനിക്ക് പറഞ്ഞു കൊടുക്കാനും ചെയ്യിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. വന്നതേ ചവിട്ടുന്ന സീനിലൊക്കെ ആദ്യം ഷോട്ട് വെക്കുന്നത് ചവിട്ടായിരിക്കും. അതെ, അപ്പൊ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ആ സീക്വൻസ്. ഇപ്പം ഒരൊറ്റ ആക്ഷൻ രംഗത്തിൽ പോലും ഭയങ്കരമായിട്ട് ചെയ്യാതെ മാസ് മുഴുവൻ ചെയ്തത് ഇന്ദ്രൻ ചേട്ടനാണ്. ആ ഒരു ക്യാരക്ടറിനെ മുഴുവനായിട്ട് ചേട്ടന് ഈ ഇമോഷൻ ക്യാരക്ടർ, വേറൊരു ഫീൽ ഗുഡ് ക്യാരക്ടർ, അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു വില്ലൻ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു ഗ്രേ ഷെയ്ഡുള്ള ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഭദ്രമാണ് ചേട്ടന്റെ കയ്യിൽ ഏതൊരു ക്യാരക്ടറും. അപ്പം ഇതിലേക്ക് വരുന്ന ഈ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ ചേട്ടനൊരു കഥാപാത്രത്തിന് പ്രിപ്പറേഷൻസ് എടുക്കാറില്ലേ? എന്തായിരുന്നു ഈ കൃഷ്ണൻകുട്ടിക്ക് ചേട്ടൻ പേഴ്സണലി എടുത്തൊരു പ്രിപ്പറേഷൻ? ഒരുപാട് സംസാരിക്കാത്ത അങ്ങനത്തെ ആൾക്കാരുണ്ട്.
ഒരുപാട് സംസാരിക്കാതെ എന്നാൽ എല്ലായിടത്തും കാണും, അതിലും കൂടും, ഇവിടെ നോക്കി നിൽക്കും, മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും, അങ്ങനെ ഉള്ള ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള കുറേ റെഫറൻസ് എനിക്ക് ഇവർ തന്നു, കുറേ അങ്ങനെയുള്ള ചില ഒരു ആൾക്കാർ. ലീഡർഷിപ്പ് ക്വാളിറ്റിയില്. ആ അതെ, അപ്പോൾ അത് എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് കുറേ നേരം അവരിലേക്ക് എത്തിയാൽ മതി. ഇന്ദ്രൻസേട്ടൻ അത് എനിക്ക് തോന്നുന്നു എപ്പോഴും ഇന്ദ്രൻസേട്ടൻ വളരെ എളിമയോട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല, കാരണം ഞങ്ങൾ ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ആദ്യം ഡിസൈഡ് ചെയ്ത, ഇപ്പം ആര്യ സാർ കഴിഞ്ഞാൽ പിന്നെ ഡിസൈഡ് ചെയ്യുന്നതിൽ ഏറ്റവും ഫസ്റ്റ് ക്യാരക്ടർ ഇന്ദ്രൻസേട്ടൻ്റെതാണ്. അപ്പം ഞങ്ങൾക്കത് ഭയങ്കര ഷുവർട്ടി ഉണ്ടായിരുന്നൊരു കാര്യമാണ്, ഇന്ദ്രൻസേട്ടൻ കൃഷ്ണൻകുട്ടിയായിട്ട് വന്നാൽ അത് കറക്റ്റായിട്ട് അത് വരുമെന്ന്. അപ്പം അത് ഇന്ദ്രൻസേട്ടൻ നമ്മൾ ഓരോ സമയത്ത് ഓരോ സിനിമയിലൂടെ ഞെട്ടിക്കുന്ന ആളാണ്. അപ്പം ഇതിലങ്ങനെ ഞെട്ടിച്ചു തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ അതിനൊരു സ്പേസ് കിട്ടുക എന്നുള്ളതല്ല, അങ്ങനെ തയ്യാറെടുപ്പിയെടുക്കുക, അതിന് നമ്മൾ പാകപ്പെട്ടു കൊടുത്താൽ മതി, അങ്ങനെ നമ്മൾ ഭദ്രമാവും. അങ്ങനെ മനസ്സിലൊരു സിനിമ ഉണ്ടാക്കുന്നിടത്ത് നമ്മളങ്ങനെ ചാഞ്ഞു കൊടുത്താൽ മതി എന്ന് പറയില്ലേ, അതുപോലെ ഭദ്രമായിരുന്നു അവരുടെ. ഇപ്പം ഇന്ദ്രൻ ചേട്ടനാണെങ്കിൽ തമിഴിലുള്ള പ്രേക്ഷകർക്കും പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഓൾറെഡി അവിടെ ഫെമിലിയർ ആയതുകൊണ്ട് അതും കുറച്ചുകൂടി എളുപ്പമായിരിക്കും അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ കൂടി, അല്ലേ? അല്ലേ? ഇപ്പൊ ആര്യ സാറിനോട് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫൈറ്റ് സീൻസിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് സാറാണ്. ഈ സിനിമ നോക്കുകയാണെങ്കിൽ കൂടുതൽ ഫൈറ്റും സാറിനാണ് ഉണ്ടായിരുന്നത്. അപ്പം ഓരോ ഫൈറ്റിനും ഓരോ എന്താ പറയാ, ഇപ്പം ഓരോ ഫേസുകളുണ്ട്. ഈ ഓരോ ഫൈറ്റിനും ഓരോ മൂഡുണ്ട്. ഇപ്പം ഒരു ചേസിങ് രംഗത്തിലുള്ള ഒരു ഫൈറ്റ് ആണെങ്കിൽ കൂടി അതിന് വേറൊരു മൂഡാണുള്ളത്. ആ ഒരു ചേസിങ് രംഗത്തിനെയൊക്കെ പറ്റിയിട്ട് എന്താ, എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ഷോട്ടായിരുന്നു ആ ഒരു ചേസ് ചെയ്തിട്ടുള്ള ആ ഒരു ഫൈറ്റ്. അതിന്റെ ഒരു അത് ചേസ് ചെയ്ത് ഫൈറ്റ് എടുത്തത് ജയ്സൽമേറിൽ എടുത്ത ഫൈറ്റ്. അതായത് വളരെ ഒരു ടെക്നിക്കലായിട്ട് മറ്റേ റഷ്യൻ ആർമർ എന്നിട്ടൊരു എക്യുപ്മെൻ്റെല്ലാം വെച്ചിട്ട് എടുത്ത ഫൈറ്റാണ്. സോ അത് പ്ലാൻ ചെയ്തത് തന്നെ അങ്ങനെയാണ്, ഒരു ഗ്രാൻഡിയർ ആയിട്ടുള്ള ഒരു ഭയങ്കര ഒരു ഹൈ സ്പീഡ് ചേസ് വിത്ത് ബ്ലാസ്റ്റും മറ്റേ ഫൈറ്റും ഒക്കെ പ്ലാൻ ചെയ്തിട്ട് എടുത്തതാണ്. സോ ഒരു ഫൈനലായിട്ട് ഒരു ചീഫ് മിനിസ്റ്ററിൻ്റെ ഇതിലെത്തുമ്പോൾ വിൽ ഹാവ് ടു, അങ്ങനെ ഈസി ആയിട്ട് അവർ റീച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു ചീഫ് മിനിസ്റ്ററാണ്. സോ അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടിയും അതിൻ്റെ ഒരു ഗ്രാൻഡിയറും ആവശ്യമായിരുന്നു. സോ ഐ തിങ്ക് കൃഷ്ണകുമാർ സാർ വെരി വെൽ പ്ലാൻഡ്, നമ്മളെ ഫൈറ്റ് മാസ്റ്റർ ശക്തി സർവണൻ, സോ അവരൊക്കെ വളരെ നാൾ പ്ലാൻ ചെയ്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്ത സീക്വൻസാണ്. ഓരോ ഫൈറ്റ് സീനും നിങ്ങളിപ്പം എത്ര ഡ്യൂറേഷൻ അല്ലെങ്കിൽ എത്ര ദിവസങ്ങൾ കൊണ്ടായിരിക്കും ഓരോ ഫൈറ്റ് സീനും നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക? കാരണം എല്ലാ ഫൈറ്റ് സീനും ഭയങ്കര ലാർജർ സ്കെയിലുള്ള ഫൈറ്റ് സീനാണ്. നമുക്ക് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ആ സീൻ തീർക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ആ ഒരു ഫൈറ്റ് സീനിന്റെ ഒരു ഇത് എങ്ങനെയായിരുന്നു നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്? ഓരോ ഫൈറ്റ് സീക്വൻസും പക്ഷെ പൊതുവിൽ ഇതിൻ്റെ അകത്തുള്ള ഫൈറ്റ് സീക്വൻസ് എല്ലാം കുറച്ച് നമ്പർ ഓഫ് ഡേയ്സ് കൂടുതലാണ്. ഇപ്പോൾ ഇന്റർവൽ പഞ്ച് സീക്വൻസ് ആണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ടുണ്ട്, ക്ലൈമാക്സ് കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ടുണ്ട്, ആ കരാട്ടെ ഫൈറ്റ് അത്ര സമയം എടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഓരോ ആ സീക്വൻസ് അനുസരിച്ചാണ്. പക്ഷേ ഏറ്റവും റിസ്കി ആയിട്ടുള്ളത് ഇന്റർവൽ പഞ്ചും ക്ലൈമാക്സും ആണ്. ഓക്കെ, ഇപ്പം ആരാണ് ചേട്ടാ വിജയരാഘവൻ സാറിന്റെ ആ ഒരു ബോഡി ഗാർഡ്? നമുക്ക് ആ ഇത് കണ്ടപ്പോൾ നമ്മൾ ആകെ ഞെട്ടി, ഭഗവാൻ ഇത്രയും നേരം ഇല്ലാത്തൊരു ബിൽഡപ്പ് ഇത് എവിടെ നിന്ന് വന്ന്? ആരാണ് അത്? നോർത്തിൽ നിന്ന് ഒരാൾ ആണ്, പുള്ളി മോഡലാണ്, അവിടുന്ന് കൊണ്ടുവന്നതാണ്, അതിനുവേണ്ടി കൊണ്ടുവന്നതാണ്. ഈ കാസ്റ്റിനെ എങ്ങനെയാണ് ഈ പിക്ക് ചെയ്യുന്നത് നിങ്ങൾ? നമുക്ക് ഓരോ കാസ്റ്റിനും നിങ്ങൾ പിക്ക് ചെയ്തിട്ടുണ്ടല്ലോ, എങ്ങനെയായിരുന്നു? എഴുതുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് കാസ്റ്റിംഗ് ആക്ച്വലി എനിക്ക് തോന്നുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്ര എഴുതിയാലും അത് ആരാണ് അത് സ്ക്രീനിൽ വരുന്നു എന്നുള്ളതാണ്. ഇപ്പം ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്ദ്രൻസേട്ടൻ്റെ കാര്യം പറഞ്ഞാൽ, ഇന്ദ്രൻസേട്ടൻ ആയതുകൊണ്ടാണ് ആ ക്യാരക്ടർ അങ്ങനെ നിന്നത്. ഇപ്പം നമ്മുടെ മനസ്സിൽ വേറൊരാളില്ല. ഇപ്പം വെട്രി എല്ലാവരും ചോദിച്ചതാണ്, വെട്രി എന്തുകൊണ്ടാണ് തമിഴും മലയാളവും കൂടി ചെയ്തതാണോ, ഇല്ലെങ്കിൽ വെട്രി ഇത് എഴുതുന്ന സമയത്ത് തന്നെ ആദ്യം മുരളിച്ചേട്ടൻ പറയുന്നുണ്ട്, ഇങ്ങനെ ആര്യ സാറിനെ പോലൊരാൾ വേണം. അപ്പം നമ്മളങ്ങനെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ ഇതിനകത്തുള്ള ഓൾമോസ്റ്റ് കാസ്റ്റ് നമ്മൾ ഡിസൈഡ് ചെയ്ത പോലെ അങ്ങനെ കിട്ടി. അത് കിട്ടിയിട്ടില്ല എങ്കിൽ കുഴപ്പമാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ സെക്യൂരിറ്റി പോലും, നമ്മൾ ആ CMന്റെ സെക്യൂരിറ്റി ആയിട്ട് വരുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ വേണം. ആ ഫിസിക്കും ആ ലുക്കും ഒക്കെ ഉള്ള ഒരാൾ വേണം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ട്രൈ ചെയ്യും, നോക്കും. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അങ്ങനെ കിട്ടിയതാണ്. കുട്ടികൾ പോലും ഇപ്പോൾ ഈ പോസ്റ്ററൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് കുട്ടികളുണ്ട്. ആ കാസ്റ്റൊക്കെ ആയിരുന്നു കുറച്ച് വെല്ലുവിളി. അപ്പം കുറേ ആളുകളെ കണ്ടു, അവരെ സ്ക്രീൻ ചെയ്തു, അവരെ കൊണ്ട് അവരെ കുറച്ച് അഭിനയിപ്പിച്ച് നോക്കി, അങ്ങനെ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് അങ്ങനെയൊക്കെ എടുത്തത്.
കുട്ടികൾക്കാണെങ്കിലും നല്ലൊരു റോളുണ്ട് ഇതിൽ, 2 കുട്ടികൾക്കും നല്ല റോളും ഉണ്ട്. ഇപ്പം വേറെ ചോദിക്കുകയാണെങ്കിൽ 104 ദിവസത്തെ ഷൂട്ടിംഗ് ആയിരുന്നു ഈ സിനിമയ്ക്ക്. 120 ദിവസം. 120 ദിവസത്തെ ഈ ഒരു ജേർണി എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്? ശ്രീലങ്ക ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നു. അതെ, അത് പല സ്കെഡ്യൂളിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ തിരുവനന്തപുരം ഫുൾ ഒരു ദിവസം ഒരു പ്രാവശ്യം എടുത്തു, അതിനുശേഷം ശ്രീലങ്കൻ പോർഷൻ, പിന്നെ ജയ്സൽമീർ, അങ്ങനെ അത് പിന്നെ 2.5 വർഷത്തോളം ഈ സിനിമയുടെ ഏകദേശം ഒരു 1 ഇയറിന് ഇടയ്ക്കാണ് തീർക്കുന്നത്. ഓക്കെ. ഇപ്പം ഈ തിരിച്ചു വരികയാണെങ്കിൽ വിജയരാഘവൻ സാറിന്റെ വില്ലൻ വേഷം നമ്മൾ ഇതിനു മുന്നും കണ്ടിട്ടുണ്ട്. ഒരുപാട് സിനിമകളിൽ പുള്ളിന്റെ വില്ലൻ വേഷം നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ സിനിമയിലേക്ക് ഒരു ഗ്രേ ഷെയ്ഡ് വരുന്ന സമയത്ത് പുള്ളിയെ ഡിഫറെന്റ് ആക്കാൻ വേണ്ടി എന്തൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇല്ല, ആക്ച്വലി ഇപ്പോൾ വിജയരാഘവൻ ചേട്ടൻ അങ്ങനെ പ്രത്യേകിച്ച് ഡിഫറെൻ്റ് ആക്കണില്ല. ഈ ക്യാരക്ടർ എഴുതി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കൃത്യമായി കിട്ടുന്ന ആളുകളാണ് ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള എല്ലാവരും. അപ്പോൾ അത് നമ്മുടെ ജോലി ചേട്ടനൊക്കെ പറയുമെങ്കിൽ നമ്മുടെ ജോലി ഭയങ്കര ഈസിയാണ്. ഇവരെല്ലാം എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അവർക്ക് ഇതാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിന്ന് കിട്ടും. അപ്പോൾ ആ ജോലി എനിക്ക് വളരെ കുറവായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ഏരിയ വലിയ ടെൻഷനുള്ള ഏരിയ അല്ലായിരുന്നു ഈ സിനിമയിൽ. എനിക്ക് ഇതിൻ്റെ ക്യാൻവാസ് സെറ്റ് ചെയ്യലും ഇതിൻ്റെ ബാക്ക് ഡ്രോപ്പ് നോക്കലും ഒക്കെ ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയ ടെൻഷനുള്ള ജോലി. ഇതെല്ലാം അതുകൊണ്ട് തന്നെ എല്ലാം നല്ല ആർട്ടിസ്റ്റുകളാണ് വന്നിട്ടുള്ളത്. അത് ഇതിൻ്റെ പ്രൊഡ്യൂസർ വിനോദ് കുമാർ, പുള്ളിക്കും അത് കറക്റ്റ് അതിനൊരു കൺവെക്ഷൻ ഉണ്ടായിരുന്നു. ഇത്രയും ആൾ ഇപ്പം സുനിൽ സാറിനെ കൊണ്ടുവരിക, കാന്താരയുടെ വില്ലൻ അച്യുത് കുമാറിനെ തരിക, ഇപ്പം ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആണെങ്കിൽ റെജീന കസൻഡറെ പോലൊരു ഹീറോയിൻ കൊണ്ടുവരിക. അപ്പോൾ അത് പ്രൊഡക്ഷൻ നമ്മളെ സപ്പോർട്ട് ചെയ്യണം, ഇതൊക്കെ വേണമെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് ആ ജോലി. ഓക്കെ. ഇപ്പം സിനിമ വരുന്നത് തിരുവനന്തപുരത്തിന്റെ ഒരു കഥയാണ് പറയുന്നത്. അപ്പൊ ഓഫ് കോഴ്സ് ഈ തിരുവനന്തപുരത്തിന്റെ ലാംഗ്വേജ്, ആ ലാംഗ്വേജ് ചേട്ടൻ എന്താണെങ്കിലും തിരുവനന്തപുരത്തുകാരനാണ്. അപ്പൊ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾക്കുള്ള ഒരു ലാംഗ്വേജ് ഉണ്ട്. ആ ലാംഗ്വേജിന് നിങ്ങൾ എങ്ങനെയാണ് ആ മീറ്റർ പിടിച്ചത്? ഭയങ്കര ഓവറായി പോയ കയ്യിൽ നിന്ന് പോകുന്ന ഒരു ലാംഗ്വേജ് കൂടിയാണ് തിരുവനന്തപുരം. അപ്പൊ മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിന്റെ ഒരു ബ്ലെൻഡ് ചെയ്ത് അതിന്റെ മീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു നിങ്ങൾ പിടിച്ചിട്ടുണ്ടായിരുന്നത്? ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. മുരളീശേട്ടൻ ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പൊ ഞങ്ങൾക്ക് തിരുവനന്തപുരത്തിന്റെ ഭാഷ കൃത്യമായിട്ട് അറിയാം. ഈ മീറ്ററിലാണ് സംസാരിക്കുന്നത്. ഞങ്ങളുടെ ചുറ്റുപാടുള്ള ആളുകളെല്ലാം ആ മീറ്ററിലാണ് സംസാരിക്കുന്നത്. ഇപ്പൊ എപ്പോഴും നമ്മൾ ഈ കോമഡി സ്കിറ്റിലൊക്കെ കാണുന്ന ഒരു തിരുവനന്തപുരം ഭാഷയല്ല യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തുള്ള ഒരു ഭാഷ. ഇപ്പം ഈ സിനിമയിൽ ഓൾമോസ്റ്റ് ഒരു 95% ഞങ്ങൾക്ക് അതിനോട് നീതി പുലർത്തിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് അത് പറയുമ്പോൾ അത് ഇങ്ങനെയാണ് പറയേണ്ടത്, ഇല്ലെങ്കിൽ എൻ്റെ സ്ലാങ് ഇങ്ങനെയാണെന്ന് കുറച്ച് തിരുത്തി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ തിരുവനന്തപുരത്തുകാരനായതുകൊണ്ട് എനിക്ക് എക്സാക്ട്ലി അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ അത് പിടിച്ചത്. ഇപ്പം മുരളി ഗോപി ചേട്ടനുമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്തായിരുന്നു ആര്യ സാറിന്? എനിക്ക് തോന്നുന്നു നിങ്ങളൊരു കാം കഴിഞ്ഞ് അടുത്തൊരു അടിയിലേക്ക് വരുന്ന സമയത്ത് പുള്ളി ഇങ്ങനെ വണ്ടടിച്ച് നിൽക്കുന്നുണ്ട്, ഇവനോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സ്പ്രഷനിൽ ആ ഒരു ഫൈറ്റിൽ എത്രത്തോളം സാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു? അല്ല, മുരളി ഗോപി സാറിൻ്റെ സ്ക്രിപ്റ്റ് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. എന്ന് വെച്ചാൽ എല്ലാ ക്യാരക്ടേഴ്സും ഇമ്പോർട്ടൻ്റ് ആയി പടത്തിൽ. ഇപ്പോൾ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാ ചെറിയ ക്യാരക്ടേഴ്സും അതിന് ഒരു ക്യാരക്ടർ ആർക്ക്, ക്യാരക്ടർ ഡെപ്ത് ഉണ്ടാവും. സോ അതേപോലെ ഈ വെട്രി എന്ന് പറയുന്ന ക്യാരക്ടർ മണിയായി മാറിയതിന് ശേഷം നിങ്ങൾ പറയുന്ന ഇൻ്റർവെൽ ബ്ലോക്ക് സീക്വൻസ് അത് അങ്ങനെയായിരുന്നു ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഇവൻ ആരാണെന്ന് ആർക്കും അറിയില്ല. സോ ഒരു പോയിന്റിൽ അവൻ റേസ് ആവും. സോ ആ റേസിങ് പോയിന്റ് ആയിരുന്നു ഇൻ്റർവെൽ ബ്ലോക്ക്. സോ അത് മുമ്പ് പടം ഞാൻ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീക്വൻസ് ആയിരുന്നു. സോ അത് പെർഫോം ചെയ്യുമ്പോഴും ശരി, ഇപ്പോൾ സ്ക്രീനിൽ കാണുമ്പോഴും അത് വളരെ ഒരു ഗൂസ്ബംപ് മൊമെൻ്റ് ആണ്. ഇപ്പം ഈ ഒരു സിനിമയ്ക്ക് ശക്തമായിട്ടുള്ളൊരു രാഷ്ട്രീയം ഈ സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഒരു ആക്ഷൻ സിനിമ എന്നതിലുപരി അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഇമോഷനും ക്യാരി ചെയ്യുന്നൊരു പടമാണ്. ഇപ്പം 2 ഭാഗത്തും ന്യായവും ഉണ്ട്, എന്നാൽ തെറ്റും. രണ്ടുപേരെയും നമുക്കൊരു തത്തുല്യം പോലെ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു സൈഡിൽ ഇവർ മാറി ജീവിക്കുന്ന ഒരാൾ വീണ്ടും വേറൊരു മോഡിലേക്ക് വരുന്നു, ഇവരെ ഉപയോഗിക്കുന്ന ഒരാൾ. അപ്പോൾ മുരളി ഗോപിന്റെ ഒരു കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം ഈ സിനിമയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് എങ്ങനെയായിരുന്നു നിങ്ങൾ ക്ലബ് ചെയ്ത് വന്നപ്പോൾ ആ ഒരു ആശയത്തിനോട് നിങ്ങൾക്ക് എന്തായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്? മുരളിച്ചേട്ടൻ്റെ രാഷ്ട്രീയമൊന്നും ഈ സിനിമയിൽ അത് മുരളിച്ചേട്ടനോട് ചോദിക്കേണ്ട ചോദ്യം. പക്ഷെ ഞങ്ങൾ ഇതിനൊരു കഥ തീരുമാനിക്കുന്ന സമയത്ത്, ഇതിൻ്റെ കഥാപാത്രങ്ങളെ ഡിസൈഡ് ചെയ്ത് ഇതിനൊരു കഥ തീരുമാനിക്കുന്ന സമയത്ത് അതിനുള്ളിൽ അതൊരു പൊളിറ്റിക്കൽ ലെയർ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് ബാക്കിയുള്ള കഥാപാത്രങ്ങളുടെ ഇമ്പോർട്ടൻസ് ആണ് ഈ സിനിമ. സുനിൽ സാർ നമുക്കറിയാം, മമ്മൂട്ടീന്റെ ടർബോയിലൂടെയാണ് സാർ ഇപ്പോൾ മലയാളത്തിലേക്ക്, മമ്മൂട്ടീന്റെ ടർബോ കഴിഞ്ഞു, കാട്ടാളം കഴിഞ്ഞു, ഇപ്പോൾ അനന്തങ്കാടിലാണ് സാർ വരുന്നത്. സാർ ഇപ്പൊ 3 സിനിമകളിലും സാറിന് ഒരു വില്ലൻ ഷെയ്ഡാണ് നമ്മൾ കാണുന്നത്. അപ്പൊ പുള്ളീനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ലാംഗ്വേജ് ഇഷ്യൂസ്, നിങ്ങൾക്ക് പുള്ളിയോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുമായിരിക്കാം.
പക്ഷെ അതൊന്നും നമ്മൾ സിനിമയിൽ കണ്ടിട്ടില്ല. പുള്ളീനെ കൊണ്ട് വേണ്ടത് എന്താണോ അത് അതുപോലെ തന്നെ അതിലേക്ക് വന്നു. അപ്പം പുള്ളിയായിട്ടുള്ള ഒരു കൊളാബറേഷൻ ആ ഒരു ഇത് എങ്ങനെയായിരുന്നു? സുനിൽ സാർ അതുപോലെ തന്നെ. സുനിൽ സാർ ഇതിനകത്ത് മലയാളമാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, മലയാളവും പറഞ്ഞിട്ടുണ്ട്. കേരള IPS കേഡറിലുള്ള ഒരു തെലുങ്ക് ആള് ഇവിടെ വന്ന് മലയാളം സംസാരിക്കുന്നതാണ്. അപ്പം അത് ആ ഭാഷ ഒന്ന് കിട്ടാൻ കുറച്ച് സമയം എടുത്തു. പക്ഷെ എന്നാലും പ്രോപ്പറായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്, പ്രോംപ്റ്റിംഗിന്റെ സഹായത്തോടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് സാർ നല്ല ആക്ടറാണ്, അപ്പൊ അതുകൊണ്ട് അത് കൃത്യമായി കിട്ടും. അങ്ങനെയായിരുന്നു. ഇപ്പം ആര്യ സാർ ഇപ്പം കുറെ നാളിന് ശേഷമാണ് മലയാളത്തിലേക്ക് വരുന്നതും ഒരു ബ്രേക്കിന് ശേഷമാണ് വരുന്നത്. അപ്പം ഈ സിനിമയെ എങ്ങനെയാണ് സാർ കാണുന്നത്? ഈ സിനിമയുടെ ഒരു സക്സസ് എല്ലാം സാറിന് എങ്ങനെയാണ് ഇപ്പൊ തോന്നുന്നത്? എല്ലായിടത്തുനിന്നും ഒരു ഇത് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം? വളരെയധികം സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ കുറേ കാലത്തിന് ശേഷം ഒരു കറക്റ്റായ ഒരു മലയാള പടം അതിൽ ഹീറോ ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. സോ കറക്റ്റായി ഈ അനന്തൻ കാർഡ് സ്ക്രിപ്റ്റ് വന്ന് എനിക്ക് കിട്ടിയപ്പോൾ ഐ തോട്ട് ഒരു ഇത്രയും വലിയൊരു ലാർജ് സ്കെയിൽ പടം, ഇത്രയും ഓൾ പോപ്പുലർ ആർട്ടിസ്റ്റ്, ഭയങ്കര ടാലൻറ്റഡ് ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഞാൻ പെർഫോം ചെയ്തത് ഐ തോട്ട് ഇറ്റ്സ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. സോ അത് കഴിഞ്ഞ ശേഷം വെൻ ഐ ഡിഡ് ദിസ് ഫിലിം, ഇപ്പോൾ റിപ്പോർട്ട്സും അതിൻ്റെ ഒരു പടത്തിൻ്റെ എല്ലാവരും പറയുന്നത് പടം ഭയങ്കര ഗംഭീരമായ ഒരു പടമാണ്. നോട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ആ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയാണ്ട് ആസ് എ ഫിലിം ഇറ്റ്സ് വെരി വെരി ഗുഡ്. ആരും ഇങ്ങനെ ഒരു പടം എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. സച്ച് എ ഇമോഷണൽ ഫിലിം, ഗ്രാൻഡിയർ ഉണ്ട്, ഒക്കെ ഉണ്ട്. സോ അങ്ങനെ ഒരു പടത്തിൽ ലോഞ്ച് ആകുന്നത് വെച്ചാൽ എനിക്ക് വളരെയധികം ഭാഗ്യവും സന്തോഷവും. ഇപ്പൊ സ്ത്രീ കഥാപാത്രങ്ങൾ, ഈ സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾ വളരെ കുറവാണ്. മീൻസ് ആവശ്യത്തിനുള്ള കഥാപാത്രങ്ങളുണ്ട്. ഇപ്പൊ സിനിമയിൽ നായിക പ്രാധാന്യമുള്ള 2 വേഷങ്ങളിൽ നിഖില വിമലിനെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ശാന്തിന്റെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതാണ്. ഗംഭീര പെർഫോമൻസ് ആണ്. അപ്പം എങ്ങനെയായിരുന്നു പുള്ളിക്കാരത്തിന്റെ ഒരു കാസ്റ്റിലേക്ക് പുള്ളിക്കാരത്തിന്റെ ആ ഒരു വെയിറ്റും കൃത്യമായിട്ട് ചേരുവ എങ്ങനെയായിരുന്നു ചേർത്തിട്ടുണ്ട്? ശാന്തി ശാന്തി നമ്മൾ ഇതുപോലെ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് ആ കാസ്റ്റ് ആരാണെന്ന് കുറേ ഓപ്ഷൻസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് ശാന്തിയിലെത്തുന്നത്. ശാന്തി ഒരു ദിവസം വിളിച്ചു, കഥ പറഞ്ഞു. അപ്പോൾ ഞാൻ എപ്പോഴും ഈ കഥ പറയുന്ന സമയത്ത് അവരതെങ്ങനെയാണ് റിസീവ് ചെയ്യുന്നതെന്നുള്ളതുണ്ട്. അവരത് റിസീവ് ചെയ്യുന്നുണ്ടോ, അത് കൃത്യമാണോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ശാന്തിയോട് കഥ പറയുന്ന സമയത്ത് ശാന്തി അത് കൃത്യമായി റിസീവ് ചെയ്യുന്ന ഒരു ഫീൽ എനിക്ക് തോന്നി. അപ്പം ആ സമയത്തെ ഞാൻ ഡിസൈഡ് ചെയ്തിരുന്നു ശാന്തി കറക്റ്റാണ് ആ കാസ്റ്റിനെന്ന്. അങ്ങനെ ശാന്തിയിലേക്ക് വരുന്നു. ശാന്തിയായിട്ട് കുറച്ചുകൂടി ഒരു നല്ലൊരു ബോണ്ടിങ് ഉള്ള ക്യാരക്ടർ ആര്യ സാറിന്റെ ആയിരുന്നു. നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു കൊളാബറേഷനും ഒരു കെമിസ്ട്രിയും അത് എങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് എങ്ങനെയായിരുന്നു സിനിമയെ കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യാൻ സഹായിച്ചെന്ന് തോന്നുന്നു? ശാന്തിയുടെ ക്യാരക്ടർ വന്നിട്ട് വളരെ ഒരു കോംപ്ലക്സ് ആയ ഒരു ക്യാരക്ടറാണ്. ഒരു ആർട്ടിസ്റ്റിനെ പെർഫോം ചെയ്യാനും ഭയങ്കര കോൺഫിഡൻസ് വേണം. അതെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ, ഇപ്പോൾ പൊതുവെ നമ്മൾ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയൊരു ഷെയ്ഡ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. സോ ശാന്തി ചെയ്ത ക്യാരക്ടർ ഡെഫിനറ്റ്ലി ആ ഷെയ്ഡ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. സോ ആ ക്യാരക്ടർ അത്രയും ഓത്തൻറ്റിക് ആയിട്ടും പ്ലസ് അത് കുറച്ച് ഓവറായി ചെയ്തെങ്കിൽ ഇറ്റ് ലുക്ക് വൾഗർ ആൻഡ് ഇറ്റ് മൈറ്റ് ലുക്ക് ലിറ്റിൽ അൺപ്ലസൻറ്റ്. അങ്ങനത്തെ മീറ്ററിൽ പോകുന്ന ഒരു ക്യാരക്ടറാണ്. ബട്ട് അത് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടും അത്ര കൺവിൻസിങ് ആയിട്ടും അത്ര പെയിൻഫുൾ ആൻഡ് ഇമോഷണലായിട്ട് ചെയ്യാൻ പറ്റിയത് ഐ തിങ്ക് റിയലി ടാലൻറ്റഡ് ശാന്തി ഹസ് ഡൺ ഇറ്റ്. സോ അത് ചെയ്യുമ്പോൾ ഐ വാസ് ദെയർ. കുറേ സീൻസ് വെരി ഇമോഷണലായ സീൻസ് എല്ലാം ചെയ്യുമ്പോൾ വളരെ ഓത്തൻറ്റിക് ആയിട്ട് വളരെ കൺവിൻസിങ് ആയിട്ടാണ് എല്ലാ പെർഫോമൻസും ഉണ്ടാകുന്നത്. സോ ഐ റിയലി ലൈക്ഡ് ഹർ പെർഫോമൻസ് ഇൻ ദ ഫിലിം. ഓക്കെ, സിനിമ കുറച്ചുകൂടി കുറച്ച് വലിയ രീതിയിൽ കുറച്ചൊരു വയലൻസ് കാണിക്കുന്നുണ്ട്. അപ്പം കുടുംബ പ്രേക്ഷകർ ഈ സിനിമ സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു? ഇല്ല, അത് ഈ സിനിമയിലുണ്ടാവുന്ന ചില കഥ പോകുന്ന രീതിയിലുള്ള ആ വയലൻസിനെ മാക്സിമം അത് എത്ര കുറച്ച് കാണിക്കാമെന്നാണ് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ എന്താണോ ആ സിനിമയെ കാണുന്ന വയലൻസ് അതിൽ കുറച്ചു കാണിച്ചു കഴിഞ്ഞാൽ ആ തീഷ്ണതയൊന്നും ഇപ്പൊ കാണുന്നൊരു തീഷ്ണതയൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനൊരു ഭയമില്ല. ഉറപ്പായിട്ടും ഇതിൻ്റെ ഒരു ഇമോഷണൽ കണക്ഷൻ ഈ സിനിമ ആക്ഷനുണ്ട്, ബാക്കി വളരെ വലിയ സ്കെയിലാണ്. ഇതൊക്കെ നോക്കിയാൽ ഈ സിനിമയെ നിർത്തുന്നത് അതിൻ്റെ ഒരു ഇമോഷണൽ കണക്ഷൻസ് ആണ്.
അവർ തമ്മിൽ ആ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു ഇമോഷണൽ കണക്ഷൻസ് ഉണ്ട്. അത് ഉറപ്പായിട്ടും അത് നന്നായി വരുമെന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. ഈ മുരളി ഗോപിയും ഇവരുടെ സംഘവും ആര്യ സാറും കൂടി വരുന്ന സമയത്ത് ഇവർക്കൊന്ന് സിങ്ക് ആവാനുള്ള ഒരു ടൈം ഉണ്ടല്ലോ. വേറൊരു സ്ഥലത്തുനിന്ന് വരുന്നു, വേറൊരു നാട്ടിൽ നിന്ന് വരുന്നു. അപ്പൊ ഇവരുടെ ഒരു സിങ്ക് ആവാനുള്ള സമയം നിങ്ങൾ ഒരുപാട് സമയം എടുത്തിരുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് നിങ്ങൾ അതിലേക്ക് എൻ്റർ ആവുമായിരുന്നു ചെയ്തിരുന്നത്? എങ്ങനെയാണ്? അത് എൻട്രാൻ ടൈമൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ, ഷൂട്ടിംഗ് അല്ലേ. സോ എവറി ആക്ടർ, ഇപ്പം ഞാൻ മാത്രമല്ല, ഇപ്പോൾ ആരായാലും ആ ഷൂട്ടിംഗ് സ്പോട്ടിൽ പോയെങ്കിൽ ആ ഫോക്കസ് വന്ന ഉടനെ ദെൻ യു ഗെറ്റ് ഇൻ ടു ദ ക്യാരക്ടർ, ആ മോഡിലേക്ക് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 10 പ്രാവശ്യം മുമ്പേ മീറ്റ് ചെയ്യണമെന്നൊന്നും ഇല്ല. ഓക്കെ, ഇപ്പം നമ്മൾ പൊതുവേ കേട്ടിട്ടുള്ളത് മുരളി ഗോപി സാർ കുറച്ചുകൂടി ഒരു ഒരു റഫ് ആൻഡ് ടഫ് ക്യാരക്ടർ ആണെന്നൊക്കെയാണ് നമ്മൾ പൊതുധാരണ. അപ്പൊ ഈ സിനിമയിലാണെങ്കിൽ ഈ ഒരു സ്വഭാവത്തിൽ നമ്മൾ വേറെ തന്നെ ഒരു ക്യാരക്ടറാണ്. ഭയങ്കര ഫ്രണ്ട്ലി ആയി, ഭയങ്കര രസത്തിലുള്ളൊരു നല്ല സംസാരം, അങ്ങനത്തെ ഒരു ക്യാരക്ടറിലേക്കാണ് പുള്ളി ഇതിലേക്ക് വരുന്നത്. അപ്പൊ നമ്മള് പ്രേക്ഷകർക്കും ഓക്കെ എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. പുള്ളി ഈ ഇത് നിങ്ങൾ രചിച്ച കഥാപാത്രം എഴുതിയതായതുകൊണ്ട് തന്നെ ഈ കഥാപാത്രം ഓക്കെ ഞാൻ ചെയ്യാം എന്നൊരു പ്ലാൻ ആദ്യമേ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു ആ കഥാപാത്രം. ഇതിനകത്തുള്ള അവരുടെ 4 പേരുടെ കഥാപാത്രങ്ങളും ഓൾമോസ്റ്റ് ആദ്യം മൂല ഇവരൊക്കെ തന്നെയാണെന്നൊരു ധാരണ ഉണ്ടായിരുന്നു. ഇപ്പം ദേവിനെ സംബന്ധിച്ച് ദേവ് ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിലൊക്കെ ഒരു റൊമാൻറ്റിക് അങ്ങനത്തെ ഒരു ഇതാണ് ഉണ്ടായിരുന്നത്. ഇതിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഒരു സ്നേഹമുള്ള എന്നാൽ ഒരു വേറൊരു ഷെയ്ഡുള്ള ഒരു ആക്ടർ, ആ രീതിയിലേക്കാണ് വരുന്നത്. ഈ മറ്റ് കഥാപാത്രങ്ങളിലേക്കും ഈ ഒരു ഷെയ്ഡ് കൊടുക്കുന്നതിനെ പറ്റിയിട്ട് എങ്ങനെയായിരുന്നു ആ ഒരു? ഇല്ല, എനിക്ക് അതായത് ഈ ദേവ് അല്ലാതെ മറ്റുള്ള കഥാപാത്രങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം ശരത്താണെങ്കിലും മറ്റവര് 2 പേരാണെങ്കിലും ഇവര് മുമ്പ് ചെയ്തിട്ടുള്ളത്, ശരത്ത് ഓൾറെഡി ഒരു വില്ലൻ ക്യാരക്ടറാണ് മുന്നേ ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടത്. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ ശരത്തിന് കുറച്ചുകൂടി ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള എന്നാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു ക്യാരക്ടർ കൊടുത്തു. ദേവാണെങ്കിൽ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളത് കുറച്ചൊരു റൊമാൻറ്റിക് ഫീൽ വരുന്ന, പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ വേറൊരു രീതിയിൽ ഒന്നതിനെ ഡൈവേർട്ട് ചെയ്ത് വിട്ടു. അങ്ങനെ ഓരോ കഥാപാത്രങ്ങൾക്കും നിങ്ങൾ ഇതിനു മുമ്പേ ചെയ്തിട്ടുള്ള ക്ലേശകൾ പൊളിക്കാനുള്ള ഒരു അവസരം കൂടി കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ? അല്ലല്ല, അത് ഇത് എഴുതിയിട്ട് അവരാണ് സൂട്ടബിൾ എന്ന് തോന്നി അവരെ വെച്ചു. ഇല്ല, അങ്ങനെ ചിന്തിച്ചില്ല, ആ ആംഗിളിലൊന്നും ചിന്തിച്ചിട്ടില്ല. ഇവരെല്ലാം ആ കഥാപാത്രങ്ങളായിട്ട് മാറുകയായിരുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പം സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതിനെപ്പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. തിയേറ്ററിൽ കാണുന്നത് എനിക്ക് തോന്നുന്നു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ അപ്പുറത്തേക്ക് ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നതിൽ പാട്ടുകളാണ് കൂടുതലും. ലൈനുകളുണ്ട്, മ്യൂസിക് മാത്രമല്ല, ഇതിന് വരികളുണ്ട് ഇതിന്റെ. അപ്പൊ ആ ഒരു മിക്സിങ്ങും അതൊക്കെ എങ്ങനെയായിരുന്നു? ഈ വരികൾ മുരളിച്ചേട്ടനും ദേവും കൂടി സിനിമയുടെ തുടക്കത്തിൽ ഒരു പാട്ട് പാടുന്നുണ്ട്, അത് അവര് തന്നെ പാടിയതല്ലേ? അതിൽ മുരളിച്ചേട്ടൻ തന്നെയാണ് പാടിക്കുന്നത്. ദേവിൻ്റെത് ഒരു പ്ലേബാക്ക് സിംഗറാണ് പാടിക്കുന്നത്. ബാക്കി ഇതിനകത്തുള്ള ഈ ചെറിയ ഈ RR-ലൊക്കെ വരുന്ന ലൈൻസ് എല്ലാം അജനീഷിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. പക്ഷെ എനിക്ക് അവിടെ ആ ഒരു സോങ് ടൈപ്പ് ഒരു RR ആണ് വേണ്ടതെന്നുള്ള ചില ഇൻസ്ട്രക്ഷൻസേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം അജനീഷിന്റെ ഡിസിഷനാണ് അത് ഇങ്ങനെ വേണമെന്നുള്ളത്. ഓക്കെ, അങ്ങനെയായിരുന്നു. പുള്ളീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു? കാന്താര സിനിമയിലെ പോലെ ഒരാള് അത് അങ്ങനെ ഡിഫിക്കൽട്ടീസ് ഒന്നും ഇല്ലായിരുന്നു. പുള്ളി വേണമെന്ന് ആദ്യം തീരുമാനിച്ച് ഡിസൈഡ് ചെയ്തു. ഈ സിനിമയ്ക്ക് ഒരുപാട് ലേയേഴ്സും ഒരുപാട് ലാൻഡ്സ്കേപ്പുകളും ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരാൾ വേണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ തന്നെയാണ് പുള്ളിയെ വിളിച്ച് സംസാരിച്ചു. പുള്ളിയുടെ തിരക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതും കൂടെ നോക്കിയിട്ടാണ് പുള്ളി ഇതിലേക്ക് കൊണ്ടുവരുന്നത്. വന്ന് കഥ കേട്ടതിന് ശേഷം ഉറപ്പായിട്ട് ഇത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരുമിച്ചായിരുന്നു ട്രാവൽ. ഓക്കെ, അങ്ങനെയായിരുന്നു. ഇപ്പം ഇന്ദ്രൻ ചേട്ടനോട് ചോദിക്കുകയാണെങ്കിൽ, ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുന്ന സമയത്ത് കൃഷ്ണൻകുട്ടീൻ്റെ മൂഡ് മൊത്തത്തിൽ മാറുന്നുണ്ട്. ആദ്യം ഒരു പ്രൊമിനൻ്റ് ആയിട്ട് നിന്ന് പിന്നെ വരുന്ന സമയത്ത് ഒരു ഇമോഷനുണ്ട്, എൻ്റെ പിള്ളേരൊക്കെ സേഫാണ് എന്നൊരു ഫീലിൽ നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ടൊരു വാർത്ത ചേട്ടൻ കേൾക്കുന്നതും ഇമോഷൻ മൊത്തത്തിൽ പോകുന്നതും ആ ഒരു കോൺഫിഡൻസ് മൊത്തത്തിൽ പോകുന്നതും. അതുവരെ കണ്ട കൃഷ്ണൻകുട്ടിയിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ വേറൊരു മുഖമാണ് കാണുന്നത്. അത് പെട്ടെന്ന് എങ്ങനെയായിരുന്നു ചേട്ടാ അത് മറച്ചിട്ടത്? ഞാൻ സേഫ് ആണെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അടി കിട്ടിയ പോലത്തെ ഒരു സാധനം, ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. ചെയ്യാനുള്ളത് നമ്മൾ നേടാനുള്ളത് നേടി, ഇത് കുറച്ച് തെറ്റ് ചെയ്തതൊക്കെ മായ്ച്ചു കളഞ്ഞു, ഒരു പുതിയ ജീവിതം അവർക്ക് കിട്ടിയെന്നൊക്കെ അഭിമാനത്തോടെ, അത്ര തൻ്റെ ഇടത്തോടെയാണ് അയാൾ അങ്ങനെയൊക്കെ ചീത്ത പറയാൻ നിൽക്കുന്നത്. പക്ഷെ അത് വളരെ പെട്ടെന്ന് പോയി എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന കിട്ടും. അതൊരു വലിയ സീൻ തന്നെ. ഐ മീൻ ആ ഒരു സീൻ ഒരു വലിയ സീനാണ്.
അപ്പൊ അത് എടുക്കുന്നതിനൊക്കെ ഒരു എങ്ങനെയായിരുന്നു നിങ്ങൾ ആ ഒരു സീനിനെ ക്യാരി ചെയ്തിരുന്നത്, മൊത്തം ഇമോഷൻസ്? അതൊരു എനിക്ക് തോന്നുന്നു സിനിമയിലൊരു സുപ്രധാനമായിട്ടുള്ളൊരു സീനായിരുന്നു അത്. അപ്പൊ അതെങ്ങനെയായിരുന്നു നിങ്ങൾ എടുത്തത്? അത് പല പർട്ടിക്കുലർ ആ സീനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുറേ സീൻസുകളാണ്. അത് പല സ്ഥലങ്ങളിലാണ് നടക്കുന്നത് ആ ഇവന്റ്സ് ഒക്കെ. അപ്പൊ അത് ഓരോ ഇവന്റ്സ് ഓരോ സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്ത് അത് ആക്ച്വലി അത് നമ്മുടെ ഒരു ഇമാജിനേഷനാണ്. അത് ചെയ്തു വരുമ്പോൾ ഇങ്ങനെ ആവും എന്നുള്ളത് അത് ഉറപ്പായിട്ടും അങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് പറയാൻ പറ്റാതെ കാണുന്നവർ അത് കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് Spoiler അത് ഡീറ്റെയിൽ പറയാത്തത്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഈ സിനിമയിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഈ സിനിമയിൽ നിന്ന് എടുത്തിട്ട് പോവുക? ഒരു ഡെഡിക്കേഷൻ ആണോ അല്ലെങ്കിൽ ടൈമിംഗ് ആണോ? എന്താണ് നിങ്ങൾ ഈ സിനിമയിൽ നിന്ന് എടുത്തിട്ട് പോകാനുള്ളത് എങ്ങനെ കഴിഞ്ഞിറങ്ങുമ്പോൾ? ഓരോ കഥാപാത്രങ്ങളും നമ്മളെ ഏതെങ്കിലും തരത്തില് ഇൻഫ്ലുവൻസ് ചെയ്യല്ലോ. കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന കഥാപാത്രം ഇന്ദ്രൻ ചേട്ടന് എന്താണ്? എന്റെ കൂടെ കുറെ സഞ്ചരിച്ചു. അത് കുറെ ഇപ്പൊ അതും ഒരു ഇതും വിട്ടുപോയപ്പോഴാണ് സിനിമ കണ്ടത്. കാരണം അത്രയും ദിവസം ഷൂട്ട് ചെയ്യുന്ന ഒരുപാട് ദിവസം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും എങ്ങനെ എവിടെയൊക്കെ ഫ്രെയിമിൽ വരുമെന്ന് അറിയാത്തതുകൊണ്ട് എല്ലാവരും ഉണ്ട്. മറ്റുള്ളവർ വലിയ സീനൊക്കെ എടുക്കുമ്പോഴും നമ്മൾ ഫ്രീ ആയിരിക്കുന്നേ. അതുകൊണ്ട് കുറെ കാഴ്ചകൾ കാണാൻ പറ്റും എന്നുള്ളത്. അപ്പൊ ആ ഒരു പരിചയവും എല്ലാവരും ഒരുമിച്ചുള്ള കുറേ ദിവസം സഹകരിച്ചതുകൊണ്ടും മാനസികമായിട്ട് എല്ലാവരും അതുപോലെ തന്നെ മാനസികമായിട്ടൊരു ബന്ധമായി. പിന്നെ അവരവരുടെ കഥാപാത്രം അവരിരുന്ന് അത്രയും ദിവസം കൂടെ നടന്നുകൊണ്ട് ഇറങ്ങിപ്പോകാനും സമയമെടുക്കും. ഒരുപാട് അത്രയും തയ്യാറെടുപ്പും അതിനുള്ള സൗകര്യം അവർ തന്നിട്ടുണ്ട്. അപ്പൊ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും കൃഷ്ണൻകുട്ടി എൻ്റെ അടുത്തുനിന്ന് പിന്നെയും മുറിയിൽ നിൽപ്പുണ്ട്. വെട്രി, മണി, ഇവർ രണ്ടുപേരിൽ നിന്നും ആര്യ സർ എന്താണ് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത്? വളരെ ഒരു ഇമോഷണലായ ഒരു ക്യാരക്ടറാണ് ചെയ്തത്. സോ ഐ റിയലി ലൈക്ഡ് വർക്കിംഗ് വിത്ത് ഓൾ ദ ആർട്ടിസ്റ്റ്. അതായിരുന്നു എൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് പ്ലസ് ഈ പടത്തിൽ. എല്ലാം വളരെ ടാലൻറ്റഡ് ആർട്ടിസ്റ്റ്, റെപ്യൂട്ടഡ് ആർട്ടിസ്റ്റ്. മലയാളം സിനിമയും ശരി ഇന്ത്യൻ സിനിമയിൽ വളരെ അധികം റെക്കഗ്നൈസ്ഡ് ആയുള്ള ആർട്ടിസ്റ്റാണ്. സോ അവരെ കൂടെ ഈ പടം ചെയ്തതിലും മുരളി ഗോപി സാർ, കൃഷ്ണകുമാർ സാർ, സോ അവർ കോമ്പിനേഷനിലും പടം ചെയ്തതിൽ വളരെ വളരെ സന്തോഷം. സർ, എന്താണ് ആ കയ്യിലടിച്ചിരിക്കുന്നത് ടാറ്റു? തമിഴെന്നാണോ? അല്ല, അത് വിടുതലേ. ഓക്കെ, സാറിന്റെ എനിക്ക് തോന്നുന്നു ആര്യ സാറിന്റെ അപ്പിയറൻസ് മുഴുവൻ ആ സിനിമയിൽ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. സാറിന്റെ കണ്ണ്, കൈ, ഫിസിക്ക് മുഴുവൻ ആ സിനിമയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം വിജയരാഘവൻ സാർ കലാരഞ്ജനിയോട് പറയുന്ന ഒരു സീനില് പെട്ടെന്ന് പുള്ളീന്റെ ഒരു മാറ്റമുണ്ട്. അത് എങ്ങനെയാണ്? സ്പോട്ടിൽ വന്നത് തന്നെയാണോ ആ സീൻ, അല്ലെങ്കിൽ എങ്ങനെയാണ്? അതെ, അത് വരുന്നതാണല്ലോ. എന്താ വിജയരാഘവൻ ചേട്ടനെ പറ്റിയൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. പുള്ളി എനിക്ക് തോന്നുന്നു 10-45 വർഷമായിട്ട് സിനിമയിൽ നമുക്ക് ആ കഥാപാത്രം പറഞ്ഞു കൊടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ ജോലി വളരെ കുറവാണ്. ഇതാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതാണ് വേണ്ടത് എന്നതിനപ്പുറം പിന്നെ ഒന്നും നമുക്ക് സംസാരിക്കാനില്ല അതിനകത്ത്. അവരോട് പറഞ്ഞു കൊടുത്താൽ മതി, ഇതാണ് ക്യാരക്ടർ, അവർ ചെയ്യും. ആ ചെയ്തതാണ് കണ്ടത്. നമുക്കതിനകത്ത് നമ്മുടെ ഒരു ഡയറക്ടർ കോൺട്രിബ്യൂഷൻ, ഇത് ഇങ്ങനെയാണ് വേണ്ടത്, ഇതാണ് ഷോട്ട്, ഇതാണ് ഫ്രെയിം. അതിനുള്ളിൽ അവർ അതിന്റെ ഏറ്റവും മാക്സിമം ഔട്ട്പുട്ട് തരും. ഏറ്റവും കൂടുതൽ നിങ്ങളൊരു സീൻ കണ്ടിട്ട് അന്തം വിട്ട് നിന്നുപോയ ഒരു പെർഫോമൻസ് ഈ സിനിമയിൽ എടുത്തു പറയാൻ പറഞ്ഞാൽ ആരതായിരിക്കും പറയാനുണ്ടാവുക? എനിക്കോ? എല്ലായിരിക്കും. നിങ്ങൾ മൂന്നുപേരും ഇങ്ങനെ പുള്ളി നമ്മളെ അന്തം പിടിച്ചിട്ട് ഓരോരുത്തരും അന്തം പിടിച്ചിട്ട് നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും അതെ. ഇപ്പൊ ഒരു ഡയറക്ടർക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്റെ കൂടെ എന്റെ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും അത്രയും നന്നായി പെർഫോം ചെയ്ത സിനിമയാണ്. അത് കണ്ടല്ലോ സിനിമ. അപ്പൊ എല്ലാവരും ഇതിനകത്ത് നന്നായി പെർഫോം, അത് തന്നെയാണ് ഇപ്പൊ വരുന്ന റിവ്യൂസും. അത് ഇതിനകത്ത് അഭിനയിച്ച എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം ഉറപ്പായിട്ടും ഒരാളെ എസ്പെഷ്യലി ഇന്നയാളെന്ന് പറയാൻ പറ്റില്ല. ടിയാന് ശേഷം ഇത്ര ഒരു ഗ്യാപ്പ് വരാനുണ്ടായിരുന്ന കാരണം? ഞാൻ ഇത് കഴിഞ്ഞ് തമിഴിലാണ് ചെയ്തത്. റൺബിബിറണ്ണ എന്ന് പറഞ്ഞ് തമിഴിലാണ് ചെയ്തത്. ഞാൻ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ്. ഇല്ല, ശശികുമാർ സാറുമായിട്ട് പരമൂര് എന്ന് പറഞ്ഞ സിനിമ, അത് ഇനി റിലീസിന് വരുന്നേ ഉള്ളൂ. അങ്ങനെ മലയാളത്തിൽ ടിയാൻ കഴിഞ്ഞിട്ട് പിന്നെ 2 സിനിമകൾ അതാണ് ചെയ്തത്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒരു കോവിഡ് സമയത്ത് ഒരു OTT വേണ്ടി മലയാളത്തിൽ ചെയ്തു. അത് ഇനി റിലീസ് ആവുകയുള്ളൂ. നിങ്ങൾക്ക് ആരുടെ പെർഫോമൻസ് കണ്ടിട്ടാണ് ഭയങ്കര ഞെട്ടിത്തരിച്ച് നിന്ന് പോയത് സിനിമയിൽ? മൊത്തത്തിൽ സിനിമ ഞെട്ടിച്ചതാ. ഞെട്ടാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വെട്ടും കുത്തും ഭയങ്കര നമ്മൾ അങ്ങനെയൊക്കെ അതിൻ്റെ കൂടെ സഞ്ചരിച്ചുവെങ്കിൽ പോലും അത് ചേർന്ന് വന്നപ്പോഴത്തേക്കുള്ള ഒരു ഞെട്ടല് നന്നായി. അത് എല്ലാവർക്കും അത് കിട്ടണം. എല്ലാവരും തിയേറ്ററിൽ തന്നെ സിനിമ കണ്ട് എല്ലാവർക്കും അത് അനുഭവിക്കാനായെങ്കിൽ എന്നാണ്. എനിക്ക് സാറിന്റെ ഓപ്പണിംഗ് ഇൻട്രഡക്ഷൻ ഭയങ്കര മാസ് ഇൻട്രഡക്ഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ എല്ലാ ക്യാരക്ടേഴ്സിനും നല്ലൊരു ഇൻട്രോ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ?
എല്ലാവരുടെയും ഇൻട്രോ വളരെ മികച്ച ഇൻട്രോ ആയിരുന്നു. എനിക്ക് ചേട്ടന്റെ ഇൻട്രോ ആണ് ഞാൻ ശരിക്കും ധരിച്ചു പോയത്. ഓ വാവ്, ഒരു ഭയങ്കര നമ്മളൊരു വില്ലന് കൊടുക്കുന്ന ഒരു ഇൻട്രോ ഉണ്ടല്ലോ, ഒരു മാസ് ഇൻട്രോ, അതായിരുന്നു ഇന്ദ്രൻ ചേട്ടന്റെ ഇൻട്രോ. അതിൽ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു അത് കണ്ട സമയത്ത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായ ഇൻട്രോ. ഞാൻ വന്നപ്പോ തന്നെ ചേട്ടനോട് പറഞ്ഞ ഇൻട്രോ കലക്കി. ഓക്കെ, അപ്പം ഇനി വരുന്ന നിങ്ങളുടെ സിനിമകളൊക്കെ വലിയ വിജയമാവട്ടെ, അനന്തങ്കാടും വലിയ സക്സസ്ഫുൾ ആയിട്ട് ഓടട്ടെ. എല്ലാവർക്കും Thank you. താങ്ക് യു.